ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 7 വരെ. അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹൗവയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ചു കയീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് അവൾ പറഞ്ഞു. പിന്നെ അവൾ അവന്റെ അനുജനായ ഹാബേലിനെ പ്രസവിച്ചു. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകൾ തിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീൻ ഏറ്റവും കോപിച്ചു, അവന്റെ മുഖം വാടി. അപ്പോൾ യഹോവ കയീനോട്, നീ കോപിക്കുന്നതെന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ പതിയിരിക്കുന്നു. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. അപ്പോൾ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ഒത്തിരി കേട്ടിട്ടുണ്ട് കയീന്റെ ഹാബേലിന്റെ യാഗത്തെ കുറിച്ചും ദൈവം ഹാബേലിന് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു 3-ാം വാക്യം പറയാം. 1-2 വാക്യം കൂടെ വായിപ്പിച്ചത് എന്താന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പം കയീൻ നിലത്തെ അനുഭവത്തിൽ യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേൽ ആട്ടിൻകൂട്ടത്തെ കടിഞ്ഞുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിൽ അവന്റെ വഴിപാടിലും പ്രസാദിച്ച് കയീനിൽ അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പലരും പറയാറുണ്ട്, ഹല്ലേലൂയ, ഹാബേല് കടിഞ്ഞൂല് കൊണ്ടുവന്ന് മേധസ്സിന്ന് കൊണ്ടുവന്ന് അതുകൊണ്ടൊക്കെയാണ് ദൈവം പ്രസാദിച്ചത്. കയീൻ അങ്ങനെയല്ല. കയീൻ അങ്ങനെ ഒരു യാഗം കഴിച്ചു എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അവിടെ ഒരു ഒരുക്കമില്ലാത്തതുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരാത്തോണ്ടാന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്ന വാക്യത്തിൽ കൃത്യം എഴുതിയിട്ട് ദൈവം യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ഹാബേലിൽ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ഇമ്പോർട്ടന്റ്, യാഗത്തെ കാട്ടി ഇമ്പോർട്ടന്റ് യാഗം കഴിക്കാൻ വന്ന ആളായിരുന്നു. ഹല്ലേലൂയ. ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസിദ്ധ. ഹാബേൽ, അപ്പൊ നമ്മൾ ഒരു യാഗം കഴിക്കാതെ ദൈവത്തിനോട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ ആ ദൈവം ആദ്യം നോക്കുന്നത്. നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ ഭയം എന്താണ്, ഭയഭക്തി എങ്ങനെയാണ്, നമ്മുടെ ഹൃദയം എന്താണെന്ന് ദൈവം നോക്കും ഫസ്റ്റ്. ഇവിടെ ഹാബേലിലാണ് ഫസ്റ്റ് ദൈവം പ്രസാദിക്കും, പിന്നീട് അവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നതിനെ കാണുന്നത്. അതുപോലെ കയീൻ അവന്റെ യാഗത്തിലും പ്രസാദിച്ചില്ല. അപ്പൊ യാഗത്തിൽ മാത്രമല്ല കയീനിലും ദൈവം പ്രസാദിച്ചില്ല. അല്ലെ, അടുത്ത് എഴുതിയിട്ട ദൈവം അതിന്റെ കയീൻ കോപിച്ചോ ദൈവം ചോദിക്കൂടെ, യഹോ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. കയീൻ ഏറ്റവും കോപമുണ്ട്, അവന്റെ മുഖം വാടി. എന്നാലും യഹോ കയീനോട്, നീ കോപിക്കുന്ന എന്തിന്? നിന്റെ മുഖം വാടുന്നു എന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ പ്രസാദം ഉണ്ടാകില്ല. നീ ഏറ്റവും നല്ലത് കൊണ്ടുവന്നെങ്കിൽ നിനക്ക് പ്രസാദം ഉണ്ടാകില്ലെന്നല്ലേ ചോദിച്ചത്. നീ എന്താ ബെസ്റ്റ് കൊണ്ടുവരാനല്ല ചോദിച്ചത്. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകില്ലയോ? അപ്പം നീ എന്താ പറയാ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിലിൽ കിടക്കുന്നു. ഹല്ലേലൂയ. അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകും, നീ അതിനെ കീഴടക്കണം. അപ്പൊ നീ നന്മ ചെയ്യുന്നില്ല, നിന്നിൽ പാപമുണ്ട്, നിനക്ക് പാപത്തെ കീഴടക്കാൻ ഇതിട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ നീ പാപത്തെ കീഴടക്കണം, നീ നന്മ അപ്പൊ എങ്ങനെയും കൊണ്ടുവന്ന് ഏറ്റവും ബെസ്റ്റ് കൊണ്ട് ദൈവത്തിന് കൊടുത്തത് കൊണ്ട് കാര്യമില്ല. ഹല്ലേലൂയ. അവന്റെ സ്വഭാവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവൻ നന്മയല്ല, അവനിൽ പാപം ഇരിക്കുന്നു. പാപം വെച്ചുകൊണ്ട് ഒരുത്തം പോയി യാഗം കഴിച്ചാല് ഹല്ലേലൂയ, അല്ലെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ ആ ആറ്റിറ്റ്യൂഡ് ദൈവത്തോടുള്ള ഒരു ഭയോ ഭക്തിയോ ഇല്ലാതെ പോയിട്ട് അത് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല. പലരും പറയാറുണ്ട്, നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കും, ഏറ്റവും വലുതെടുത്തിട്ട് വലിയത് കൊടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ ഈ വലുത് കൊടുക്കുന്നതും ഒന്നും അല്ല അവിടെ ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. മറ്റേ പലരും പറയും, നമ്മുടെ കയ്യിലുള്ളതിനകത്ത് ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു നമ്മൾ പേഴ്സ് ഇരിക്കുന്ന ഏറ്റവും നല്ല പുതിയ നോട്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ല വൃത്തിയുള്ളത് ദൈവത്തിന് കൊടുക്കണം. എല്ലാം കറക്റ്റ് ആണ്, എല്ലാം കൊടുക്കുന്ന എങ്ങനെയും കൊടുക്കും. പക്ഷെ ഇതെല്ലാം കൊടുക്കുമ്പോഴും നമ്മുടെ ഹൃദയം എന്താണ്? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചീഞ്ഞളിഞ്ഞ ഹൃദയ കയ്യിൽ ഏറ്റവും എത്ര ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ലഡുവാണ് കയ്യിലിരിക്കുന്നെങ്കിലും അത് കൊടുത്താൽ ആരും അത് വാങ്ങി കഴിക്കത്തില്ല. അല്ലെ, മനുഷ്യരാ നമുക്ക്
ഒരു വ്യക്തി ഏറ്റവും ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പറഞ്ഞ ഏറ്റവും, അപ്പം നമ്മൾ ഇതിലൊക്കെ ചെന്ന് ഭയങ്കര ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീഡ്സ് ഉണ്ട്. അത് നല്ല എക്സ്പെൻസീവ് ഉണ്ട്, നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള. അപ്പൊ അതൊരു വലിയൊരു സംഭവം എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഞാനിപ്പോ സാറാമിസ്റ്റർക്ക് തരുവാണ്. സാറാമിസ്റ്റർ എടുക്കാൻ വരുന്ന നോക്കുമ്പോൾ എന്റെ കൈ മൊത്തം അളിഞ്ഞ് പുഴുത്ത് ചീഞ്ഞിരിക്കുകയാണെങ്കിൽ ആ സീഡ്സ് എടുക്കത്തില്ല, അതെടുത്ത് കഴിക്കത്തില്ല. കാരണം ആ ഇരിക്കുന്ന സീഡ്സിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആണ് ആ കൈ. അതുപോലെ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നതിനെക്കാട്ടി ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഹൃദയം. അതിന് വിശുദ്ധിയില്ലായ്മ, അതിനുള്ളിൽ പകയും വെച്ച്, പിണക്കം വെച്ച്, അസൂയം വെച്ച്, മത്സരവും വെച്ച്, ഹല്ലേലൂയ, നിന്നയും വെച്ച്, പരിഹാസം, ഇതൊക്കെ ഇരുന്നിട്ട് ഹല്ലേലൂയ കയ്പും വെറുപ്പും ഒക്കെ കൊണ്ട് കുത്തി നിറച്ചൊരു ചീഞ്ഞളഞ്ഞ ഹൃദയം കൈ വെച്ചോണ്ട് ദൈവത്തിനെ കൊണ്ടിരുന്ന് ഏറ്റവും എന്റെ വീട്ടിലുള്ള ഏറ്റവും വലിയ തടിച്ച മേധസ്സുള്ളൊരു കാളക്കുട്ടിയെ കൊണ്ട് യാഗം കഴിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഉള്ള പല സമ്പത്തും എടുത്ത് കൊടുക്കുവാണെന്ന് ഒക്കെ കൊടുത്താൽ ഒരു പ്രയോജനമില്ല. അപ്പൊ അവിടെ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ഹൃദയത്തിന് തന്നെയാണ്. അതില്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അതിന് പ്രയോജനമില്ല. അതുകൊണ്ട് തെറ്റായിട്ട് ഇതാരും വചനത്തെ എടുത്ത് ഹൃദയത്തിലേക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുത്ത്, ഏറ്റവും നല്ലത് കൊടുത്ത്, ഏറ്റവും തടിച്ചത് കൊടുത്താൽ ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കുക. നമ്മുടെ ദൈവം അങ്ങനെ വലിപ്പം കണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന വസ്തുവിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, അതിന്റെ മനോഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഹൃദയത്തോട് യേശു കർത്താവ് പറഞ്ഞ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണ ആത്മാവോട്, പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന് കൊടുക്കണം. അവിടെയാണ് ദൈവം. അതിപ്പോ കാശിന്റെ വിധവയുടെ കാര്യം പറയുമ്പോൾ അവരെല്ലാവരെക്കാട്ടി അധികം ഇട്ടു എന്ന് പറയുമ്പോൾ അവൾ ഉള്ളത് എല്ലാത്തും ഇട്ട, പക്ഷെ അവൾ ഉള്ളതെല്ലാം കൊണ്ടിട്ട് നമ്മളെ പേഴ്സിലിരുന്ന് കംപ്ലീറ്റ് എടുത്തിട്ടാലും നമ്മുടെ മനോഭാവം എന്താണെന്ന് ദൈവം നോക്കുന്നത്. ഇവിടെ നമ്മൾ ഇടുന്നത് 10 രൂപ ഇട്ടോളെങ്കിലും നമ്മുടെ മനോഭാവം അതിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ കൊടുക്കുന്നതിന്റെ വലിപ്പത്തിൽ പ്രസാദിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഈ വചനമായിട്ട് ബന്ധപ്പെട്ടൊന്നല്ല, പക്ഷെ ഞാനൊരു സ്റ്റോറി, ഒരു ദേവദാസൻ പറഞ്ഞ സ്റ്റോറി കേട്ടപ്പോൾ അതെന്റെ മനസ്സിലല്ലാതെ എഫക്ട് ചെയ്ത്. കാരണം വെച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു, വളരെ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ, ബോംബെയിൽ തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ട്രെയിൻ കയറുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം ട്രെയിൻ വന്നാൽ ഈ പറയുന്ന കണക്ക് ഇടിച്ചു കുത്തി എല്ലാവരും ഓടിപ്പോയി കയറും എന്നൊക്കെ പറഞ്ഞു കയറി. ഞാൻ പോയിട്ടില്ല ഇതുവരെ, റെയിൽവേ സ്റ്റേഷൻ പോയിട്ടില്ല, ബോംബെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ അവിടെ ഒരു അന്ത്യായ ഒരു പെൺകുട്ടി അവിടെ ആപ്പിൾ വിൽക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ആപ്പിൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തിരക്കിനിടയിൽ ഒരാൾ പോയ സമയത്ത് അയാൾ ആപ്പിൾ തട്ടിത്തെറിപ്പിച്ചിട്ട് അയാൾ ഓടി. അപ്പൊ അതിലെ കൂടെ വന്ന ആൾക്കാരെല്ലാവരും അതിമേ ചവിട്ടിക്കൊണ്ടും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഓടി. ആരും അവരെ സഹായിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് സ്തോത്രം, എല്ലാവർക്കും ട്രെയിൻ പിടിക്കണം, വീട്ടിൽ പോയതാണ്. അപ്പൊ അത് കണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ അയാൾക്ക് ആ ട്രെയിനകത്ത് പോകേണ്ടതായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ പെട്ടെന്ന് ആ ട്രെയിനകത്ത് പോകാതെ ആ ട്രെയിൻ അയാൾക്ക് മിസ്സായി. പക്ഷെ അയാൾ അവിടെ നിന്നിട്ട് ആപ്പിളെല്ലാം പറക്കി അടുപ്പിച്ച് ഈ പെങ്കൊച്ചിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. അത് കണ്ണ് കാണത്തില്ല, അതെന്താ സംഭവിക്കുന്ന പോലും മനസ്സിലായില്ല. കാലയിൽ എന്തൊക്കെയോ സംഭവിച്ച ആപ്പിളൊക്കെ തെറിച്ചു പോകുന്നൊക്കെ മനസ്സിലായി. അപ്പൊ അത് അടുത്ത് കൊണ്ടപ്പോ അതിൽ കുറെ എല്ലാരും ചവിട്ടി കുറെ ആപ്പിളൊക്കെ പൊട്ടിച്ച് ചീഞ്ഞ് മീൻസ് കേടായി പോന്നു. അപ്പൊ അയാൾ പറഞ്ഞു എനിക്കൊരു 10 കിലോ ആപ്പിൾ വേണം ഇതിൽ നിന്നെന്ന് പറഞ്ഞു. അപ്പൊ പെൺകുട്ടി നല്ല നോക്കി സാറ് പറക്കിയെടുത്തു എന്ന് പറഞ്ഞ് അതിനകത്ത് എന്തൊക്കെയോ താഴെ വീണു. അപ്പൊ അത് ചീത്തയായെന്ന് മനസ്സിലാക്കായി കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു ഇല്ല, എനിക്ക് ചീത്തയായത് ഇത്രയും മതി, കാരണം വെച്ചാൽ എനിക്ക് ജ്യൂസ് അടിക്കാനാ, അതുകൊണ്ട് ഞാൻ ചീത്ത. അപ്പൊ ഞങ്ങൾ അയാളത് തിരഞ്ഞിട്ട് അല്ലെങ്കിൽ ചീത്തയായ ആപ്പിളെല്ലാം അദ്ദേഹം നുള്ളി പറക്കിയെടുത്തു. എടുത്തിട്ട് ആ പെൺകുട്ടിക്ക് എന്റെ കാശും കൊടുത്ത ആ പെൺകുച്ചി ചോദിച്ചു, പെട്ടെന്ന് ചോദിച്ചു, അതെ എന്റെ മുമ്പിൽ നിൽക്കുന്നത് യേശു ആണോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവല്ല. എന്താ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് യേശു എപ്പോഴും നന്മ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കാനായിട്ട് യേശു അപ്പൊ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പറഞ്ഞു കേട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. കാരണം കണ്ണ് വയ്യാത്തതിന് കണ്ടിട്ടില്ല, കണ്ണ് കാണാത്തോണ്ട്. അപ്പൊ എന്റെ അമ്മ എപ്പോഴും പറയും നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കും, അല്ലെ നമ്മൾ എന്തെങ്കിലും കഷ്ടതയിലോ ബുദ്ധിമുട്ടിലോ പ്രയാസത്തിലോ നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്ത യേശു വന്ന് സഹായിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്റെ ഈ കഷ്ടത എന്നെ വന്ന് സഹായിച്ചത് അങ്ങല്ലേ, അങ്ങ് യേശു ആണോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് യേശു ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ യേശുവല്ല, ഞാൻ യേശുവിനെ ഹല്ലേലൂയ സ്നേഹിക്കുകയും ആദരിക്കുകയും യേശുവിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ജാതികളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ അനേകരുടെ മുമ്പിൽ നമ്മൾ യേശുവിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ യേശുവിന്റെ അനുയായികളാണ് നമ്മൾ പറഞ്ഞിട്ടല്ല അറിയണം, നമ്മുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ ചോദിക്കണം. ഹല്ലേലൂയ. നമ്മൾ യേശു നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തിയിൽ നമ്മൾ യേശുവിനെ വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ കഴിയുന്നുണ്ട്? നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോരുത്തർ ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ല ശമരിയക്കാരനെ പോലെ തിരിഞ്ഞു നിന്ന് സഹായിക്കുന്നവരാണോ, അത് കണ്ടിട്ട് വഴിമാറി പോകുന്നവരാണോ? ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ യേശു എന്ന വാക്കിന് അർത്ഥം ജാതികൾക്ക് പോലും അറിയാം, സ്നേഹമാണ്.
യേശു യേശു എന്ന് വെച്ചാൽ യേശു തന്നെയാണ് സ്നേഹം. ആമേ ഹാലേലൂയ. ആ യേശുവിനെ ഒരു വാക്കിൽ പറഞ്ഞ യേശു സ്നേഹമാണ്, അല്ലെ യേശു സ്നേഹിക്കുന്നവനാണ്. യേശു സ്നേഹമുണ്ട്. യേശു കരുണയുള്ള എന്നല്ല, യേശു സ്നേഹം. ദൈവത്തെ ചോദിച്ച ദൈവത്തെ ഞാൻ എപ്പോഴും യേശുവിനെ കുറിച്ച് നമ്മൾ ഒരു വാക്കിൽ പറയുമ്പോൾ എന്റെ യേശു സ്നേഹമാണ്. അപ്പൊ ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ എപ്പോഴും വെളിപ്പെടുന്നെങ്കിൽ അതുപോലെ ഹാലേലൂയ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. അത് നമ്മുടെ പ്രവർത്തികളാ വേണ്ടുന്നത്. ഹാലേലൂയ. നമ്മുടെ വാക്കുകളല്ല, പ്രസംഗത്തിലല്ല. നമുക്ക് ഒരുപാട് പ്രസംഗിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ഉപദേശിക്കാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പറയാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കയ്യിനെ ഹല്ലേലൂയ, യേശാവിനെ പോലെ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞവരാകിൽ. നമ്മൾ ഈ ലോകത്തിൽ നമുക്ക് പലതും നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനൊന്നും വേണ്ടി നമുക്ക് കിട്ടിയ ബർത്ത് റൈറ്റ് നമ്മൾ വിറ്റ് കളയുന്നവരായി പോകരുത്. ഹല്ലേലൂയ. അവിടെ എപ്പോഴും നമ്മൾ നമ്മുടെ ചുറ്റുപാടും വരുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും ഞാൻ പറഞ്ഞെടുക്ക്, അത് ഒരു വണ്ടി പോകുമ്പോ ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഡ്രൈവർ ഉണ്ടെന്ന് പറയുന്നല്ലേ. നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന സകലത്തിന്റെയും പിന്നിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരുവനുണ്ട്, അത് പിശാചാണ്. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് നടന്നെടുക്കാനും അതിലേക്ക് കയറി ചെല്ലാനും അതിനെ കൈകൊണ്ട് തൊടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അവൻ നമ്മുടെ വീഴ്ച കളയാൻ നോക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനോഭാവം എപ്പോഴും നമ്മുടെ പെരുമാറ്റം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കർത്താവ് യേശുക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കണം. കർത്താവ് യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ നമ്മളെ നീ വണ്ടി ഡ്രൈവ് ചെയ്യണം. നമ്മൾ ഡ്രൈവ് ചെയ്താൽ പലപ്പോഴും വല്ലവരും ഒക്കെ ഇടിക്കാൻ ചാൻസ് ഉണ്ടാവും. അല്ല പിശാചിന്റെ കൈ കൊടുത്ത് അവൻ കൊണ്ട് ഇടിപ്പിക്കും. പക്ഷെ നമ്മൾ എന്ന വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ അത് എപ്പോഴും സേഫ് ആയിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു ഈ പാട്ട് ഞാൻ ഇന്ന് വീണ്ടും പാടിയേണ്ട കാര്യം. ഇന്നലെ രാത്രി പ്രേരണ ഞങ്ങളിത് പാടിയാൽ മുകളിൽ പഠിപ്പിന്റെ കർത്താവ് 2 ലൈൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്നലെ താറാമസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ രാത്രി വൈകിട്ട് പറയുകയും ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാല് ആ ജയം ഹല്ലേലൂയ ജയം എപ്പോഴും ജയം വരണമെന്നുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ഞാൻ ഒരു 2 ലൈൻ അത് പറഞ്ഞ് തകർക്കുന്ന രാജരാജ്യം സൈന്യത്തിന്റെ മുമ്പിലെ നായകനെയുള്ള ജയം ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ ദൈവത്തെ ദൈവം യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. ആ രാജാവായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് അത് തകർക്കുന്ന രാജരാജനാണ്. ആ രാജരാജൻ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ശത്രുവിനെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം നമ്മുടെ മുന്നേ പോകുന്നവൻ ആരാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ വലങ്കരം പിടിച്ചുകൊണ്ട് ദൈവം അതുകൊണ്ട് പറഞ്ഞു ഞാൻ നിനക്ക് മുൻപായി പോകും. അപ്പൊ മുൻപായി പോകും താമരവാദം തകർക്കേണ്ട, കർത്താവ് ചെല്ലുമ്പോൾ തന്നെ തകർന്നു. ഇരുമ്പോടം ഖണ്ഡിക്കപ്പെടും. ദുർഘടങ്ങളൊക്കെ നിരപ്പായിക്കൊള്ളും. അതുകൊണ്ട് കർത്താവ് അപ്പൊ അതുകൊണ്ട് ആ ദൈവം നമ്മുടെ മുമ്പിലുള്ളപ്പോ നായകനാ ദൈവം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ജയമുണ്ട്. നമ്മളപ്പോ ജയമാണ് പരാജയമാണ് ഭയപ്പെടും. അപ്പൊ നമ്മളെ പലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതം പരാജയമാണ് ഞാനൊക്കെ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ ഇന്നലെ എന്നോട് ദൈവത്തിന്റെ ആത്മ കൃത്യമാണ് നമ്മുടെ ജീവിതം പരാജയമാണ്. നമ്മൾ നോക്കി പിശാചി പറയും, നമ്മുടെ മനസ്സ് പറയും, നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്നവർ പറയും, അതെല്ലാം പറയും. കർത്താവ് പറയും കുഞ്ഞെ നീ പരാജയമല്ല, നീ ജയമാണ്. നിന്റെ ഓരോ സാഹചര്യത്തിൽ കൂടെ നീ കടന്നു പോകുമ്പോൾ നീ പരാജയത്തിലൂടെയല്ല, നീ ആ സാഹചര്യത്തിൽ ജയിച്ച മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഒരു രോഗത്തിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ആ രോഗത്തെ ജയിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക. നീ ഒരു കഷ്ടതയിൽ കൂടെ കടന്നു, നീ ആ കഷ്ടത ജയിക്കാൻ പഠിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെതാണ് ഇതെല്ലാം എങ്കിൽ നീ ഓരോ ദിവസം കഴിയും തോറും നീ ഈ ലോകത്തെ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയാം എപ്പോഴും നിനക്ക് ജയമാണെന്ന് പറയാം. അപ്പൊ നമ്മുടെ വിചാരം നമുക്ക് പരാജയത്തിൽ കൂടെ നമ്മൾ പോകുന്നത് നമുക്ക് അല്ല. യേശു കർത്താവ് പറഞ്ഞതുപോലെ കാൽവരി ക്രൂശ് പലരുടെയും കൺമുമ്പിൽ അതൊരു നിന്ദയായിരുന്നു, പരിഹാസമായിരുന്നു. അതൊരു സകലം തകർക്കുന്നതായിരുന്നു എന്ന് പറയും. കർത്താവ് യേശുക്രിസ്തു പറയും അതെല്ലാം ജയമായിരുന്നു. കാരണം ഞാൻ പിശാചിനെയും ഈ ലോകത്തെയും കാണിച്ചു കൊടുത്ത കാൽവരി ക്രൂശ് കൊണ്ട് എന്നെ അവസാനിപ്പിക്കാൻ കഴിയില്ല, മരണത്തിൽ എന്നെ പിടിച്ചു വെക്കാൻ കഴിയില്ല. ഞാൻ മരണത്തെയും ജയിച്ച് എഴുന്നേൽക്കുന്നതിന് ദൈവം തെളിയിച്ചു കൊടുത്ത കാൽവരി ക്രൂശിലൂടെയാ, അല്ല ഉയർത്തെഴുന്നേൽപ്പിലല്ല കർത്താവ് കാണിച്ചു കൊടുത്ത. ആ ക്രൂശിലല്ല മരണത്തിലാണ് കാണിച്ചത്. അതുപോലെ നമ്മൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്താണെങ്കിലും അവിടെയൊക്കെ നമ്മൾ പരാജയം എന്ന് ചിന്തിക്കുമ്പോഴാണ് പക്ഷെ ദൈവം പറയും നീ പരാജയമല്ല, നീ ഓരോ ദിവസം കഴിയും തോറും നീ ലോകത്തിനും പിശാചിന്റെ മുമ്പിൽ നീ ജയിച്ചുകൊണ്ടിരിക്കണം. നീ കാണിച്ചു കൊടുക്കുക ഈ ലോകത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജയത്തോട് ജീവിക്കാൻ കഴിയുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അതിനെയൊക്കെ നമ്മൾ ഓരോ ദിവസം ഒരു പരീക്ഷ എഴുതി നമ്മൾ പാസ്സാകുമ്പം നമ്മൾ പരീക്ഷ ജയിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന പരീക്ഷകളൊക്കെ നമ്മൾ പരാജയമാണെന്നല്ല, ഇതെല്ലാം നമ്മളെ ദൈവം ട്രെയിൻ ചെയ്യണം. എന്താ ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ ജയിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഈ ലോകത്തിന്റെ സിസ്റ്റമാണ്.
ഹാലേലിയ. അതിനെയെല്ലാം നമ്മൾ ഓരോ ദിവസം കഴിയുന്നു ജയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ പരാജയമല്ല, എന്നാൽ എപ്പോഴും ജയമായിരിക്കും. കാരണം നമ്മുടെ മുമ്പിൽ പോകുന്നത് നമ്മുടെ രാജനാണ് മുമ്പിൽ പോകുന്നതെങ്കിൽ ഹാലേലിയ. കർത്താവ് യേശുക്രിസ്തു മുന്നിൽ പോകണമെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല, ജയിക്കത്തില്ല. ഹാലെ അടുത്ത വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3:18-19 18-19 വായിക്കാം. ഫിലിപ്പിയർ 3:18-19. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം. അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു. അവിടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേക ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കും. അത് ഇന്നും നടക്കുന്ന അന്നും നടക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇപ്പോഴും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റും, അനേകർ യേശു ക്രിസ്തു ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ഇപ്പൊ പല പ്രാവശ്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കണ്ണീർന്നോരോടെ പറഞ്ഞ അനേകർ ക്രിസ്തുവിന് ശത്രുക്കളായി നടക്കുകയാണ്. ആമേഹര അവരുടെ അവസാന നാശം. അപ്പൊ കർത്താവ് യേശുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവരെ അവസാനം എന്താ വെച്ചാ നാശമാണ്. ഹാലേലിയ. അവരുടെ ദൈവം വയറ്. അപ്പം നമ്മൾ ഇന്നലെ കണ്ട ഏശാവിനും പെട്ടെന്ന് വിശന്നപ്പം അവന്റെ ദൈവം എന്തായിരുന്ന വയറായിപ്പോയി. അതുകൊണ്ടാ ജ്യേഷ്ഠാവകാശം ഒരു കാര്യമില്ല, എന്നാ പിടിച്ചോ, ഇത് കണ്ട് കൈ വെച്ചിട്ട് എനിക്കെന്താ കാര്യം, എനിക്കിപ്പോ കഴിക്കണം, വയറ് തന്നെ, അവന് പായസം തന്നേക്കെന്ന് പറഞ്ഞു. ഹാലേലിയ. ആ ബർത്ത്ഡേറ്റിനെ വെച്ച് പായസത്തിന് വേണ്ടി വിറ്റ് കളഞ്ഞു. അതുപോലെ ചിലരുടെ ഹാലേലിയ ദൈവം വയറാണ്. അവൻ അന്നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യുമെന്നുള്ള എന്ന് വെച്ചാൽ ഈ ലോകത്തിലെ ഈ ശരീരത്തിനുള്ളത് ചിന്തിക്കുകയാണ്. ശരീരം ഈ ലോകത്തിൻ്റെതാട്ടോ. ഈ ശരീരം ഈ ലോകത്തിൻ്റെതാണ്. നമുക്ക് ഈ ലോകം കഴിഞ്ഞ് ഈ ശരീരത്തിന്റെ ആവശ്യമില്ല. അപ്പൊ അതിന് ഈ ലോകത്തുള്ള ചിന്തിക്കുന്നവരാണ് ഹാലേലിയ. ഇവിടെ പറഞ്ഞ വയറ് ആണ് അവരുടെ ദൈവം. ലജ്ജയായാലും അവർക്ക് മാനം തോന്നും. അപ്പൊ നമുക്കൊക്കെ ചിലപ്പോൾ ലജ്ജയെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവർക്കൊരു മടിയുമില്ല. അതൊക്കെ അവർക്ക് മാനമായി തോന്നുന്നുണ്ട്. ഹാലേലൂയ. അത് കാരണം അവർക്ക് മാനം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹാലേലൂയ. അവർ ഇവിടത്തെ കാര്യങ്ങൾ ഹാലേലൂയ ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ കാര്യം മാത്രം ചിന്തയിൽ നിറക്കി എന്ത് ചെയ്താലും, എന്ത് കള്ളത്തരം കാണിച്ചാലും, എന്ത് പ്രവൃത്തി ചെയ്താലും ഹാലേലൂയ അവര് ഈ ലോകത്തിൽ വല്ലതും നേടുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഒരു ക്രൂശിന് ശത്രുക്കളായി ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അങ്ങനെ അനേകർ അല്ലെ ക്രൂശിന് ശത്രുക്കളായി ജീവിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാകണം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും ഈ ലോകത്തിലെ കാര്യങ്ങൾ ഹാലിൽ നന്നായി നടക്കണമെന്ന് മാത്രം ചിന്തിക്കുന്നത്. അവർ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കും. പക്ഷെ നമ്മുടെ പൗരത്തോടെ സ്വർഗത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. ഹാലില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ അതാണ് പറയും ഭൂമിയിലുള്ള കാര്യം. ഞാൻ പറയും ഇന്നലത്തെ മെസ്സേജിന്റെ കണ്ടിന്യൂഷൻ തന്നെ. ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഞാൻ പറയുമെന്നാണ്. അതുകൊണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് അപ്പൊ ഇന്നലത്തെ മെസ്സേജ് കേട്ടില്ലെങ്കിൽ അത് കേട്ടതിന് ശേഷം വേണം അത് കേൾക്കാനായിട്ട്. അത് ഹാലേലൂയ. ആമേൻ. അപ്പൊ അതുകൊണ്ട് അവർ ഭൂമിയുള്ള ചിന്തിക്കണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അടുത്ത് നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? അതായത് കർത്താവ് യേശു രക്ഷിതായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലം തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുടെ ശരീരത്തിന്റെ മഹത്വമുള്ള ശരീരത്തെ രൂപപ്പെടുത്തും. ഹാലിൽ രൂപാന്തരപ്പെടുത്തും. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ചിന്തിച്ചോണ്ട് ഈ ലോകത്തിൽ ഈ ശരീരത്തിന് വേണ്ടിയല്ല നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിന് വരുമെങ്കിൽ ഹാലിൽ നമുക്ക് മറ്റൊരു ശരീരം കിട്ടും. ഹാലിൽ രൂപാന്തരപ്പെട്ട ശരീരം. അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ലോകത്തിലുള്ള ചിന്തിക്കേണ്ട. ഹാരി അപ്പൊ നമ്മൾ ക്രൂശിനെ ശത്രുക്കളായി ജീവിക്കുന്നവരല്ല, ക്രൂശിനെ സ്നേഹിക്കുന്നവരായിരിക്കണം. എന്താ ക്രൂശിനെ ശത്രുവായി ജീവിക്കുന്നത്? ക്രൂശ് പലരുടെയും ജീവിതത്തിൽ ദിനം തോറും തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം കർത്താവ് എന്നല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഹല്ലേലൂയ നമ്മൾ സന്തോഷത്തോടെ ഹല്ലേലൂയ പാടിക്കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം എന്നാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ഹല്ലേലൂയ അതിലൂടെ പോകാൻ ഇഷ്ടമില്ല. അവരെപ്പോഴും ഹല്ലേലൂയ ആ കഷ്ടത അല്ലെങ്കിൽ പ്രയാസത്തിൽ കൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തതുണ്ട് അവർ പല കുറുക്കു വഴിയിലും കൂടെ അതിനെ ജയിക്കാനായിട്ട് നോക്കാണ്ട് അല്ലെ അതിന് വേറെ മാറി തിരിഞ്ഞു പോകാണ്ട്. അതാണ് പറഞ്ഞത്. അപ്പൊ ക്രൂശിന് ശത്രുവായി ജീവിക്കുന്നവര് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത എന്ത് ത്യാഗം എന്താന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കർത്താവിനെ ക്രൂശിക്കുന്ന പോലെ ഹാലേലിയ വിശ്വാസത്തിൽ വന്നിട്ട് പോലും മര്യാദയ്ക്ക് ജീവിക്കാത്തതിനെ കുറിച്ചാ പറയുന്നത്. ഹാലേലിയ. അടുത്ത വായിക്ക് 1 കൊരിന്ത്യർ 15 32 33 വാക്യങ്ങള്. Corinthians 15
15, 32, 33 വാക്യം. ഞാൻ എഫെസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തു. അതല്ലേ? ഞാൻ എഫെസസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് വെറും മാനുഷ്യം എന്ന് വരികിൽ എനിക്ക് എന്ത് പ്രയോജനം? മരിച്ചവർ ഏർക്കുന്നില്ലെങ്കിൽ തിന്നുക, കുടിക്കുക, നാളെ നാം മരിക്കുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ. പാപം ചെയ്യാതിരിപ്പീൻ. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ആമേഹാല് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനെ കുറിച്ച് ആമേഹാല് നമ്മള് അല്ലെങ്കിൽ ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ് യേശാവ് ഈ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചതിനെ കുറിച്ച് നമ്മൾ അങ്ങനെ അല്ലാത്തവരായിരിക്കണം എന്നുള്ള വെച്ചിട്ടാണ് ഈ വചനങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ എഫെസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്ത് പൗലോസ് അപ്പോസ്തലന്റെ മേൽ മൃഗങ്ങളുടെ ആപത്തുണ്ടായിരുന്നു, കാട്ടിലെ ആപത്ത് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് മൃഗയുദ്ധം ചെയ്തു ഹാലേലി എന്ന് പറയുമ്പോഴത്തേന് ഹാലേലി അവിടെ ഒരു അല്ലെങ്കിൽ അതുപോലെ ആ സംബന്ധമായ ശരീരത്തിലൂടെ ഉള്ള കാര്യങ്ങളിലൂടെ യുദ്ധം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അല്ലെ, അത് വെറും മാനുഷ്യമെന്ന് എനിക്ക് എന്ത് പറയാം. അപ്പം ആ ശരീരത്തെ രക്ഷിക്കാൻ പറ്റില്ല, ശരീരത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത് പറയുകയാണെങ്കിൽ അത് മാനുഷ്യമായിട്ട് ചിന്തിക്കണം, എനിക്ക് എന്ത് പ്രയോജനമുള്ളൂ? ഒരു പ്രയോജനമില്ല. ഹാലില്ല. പക്ഷേ എന്താ ഇരിക്കുന്നത്, മരിച്ചവൻ ഉയർത്തുന്നില്ലെങ്കിൽ നാം തിന്നുക, കുടിക്കുക, നാളെ ചാകുകയുള്ള വഞ്ചക. അപ്പം നമ്മൾ മരിച്ചവർ ഉയർത്തെഴുന്നേക്കത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ ലോകത്തിലുള്ള തിന്നുക, കുടിക്കുക എല്ലാം ചെയ്താൽ മതി, മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. കാരണം വെച്ചാൽ നമ്മൾ ഈ ശരീരത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്ന ഒരു വിശ്വാസം നമുക്കില്ലെങ്കിൽ, അങ്ങനെ ഇപ്പൊ ആൾക്കാർ അനേകരുണ്ട്, അനേകരെയും ഈ ഭൂമിയിലുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. നമുക്ക് ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാണ് ദൈവം തന്നേക്കുന്നത്. അല്ലാതെ മരിച്ചത് ശേഷം ഇനി മറ്റൊരു പുനരുദ്ധാനമൊന്നും ഇല്ല എന്ന് പറയുന്ന അനേകരും നമ്മുടെ ചുറ്റുപാടുണ്ടല്ലേ. ചിലർ പറയും നമ്മൾ മരിച്ചങ്ങോട്ട് വരുമ്പോൾ ദൈവം നമ്മളോട് ചോദിക്കും, നിന്നെ ഭൂമിയിലോട്ടാക്കിയത് ഭൂമിയിലുള്ള സകലം നിനക്ക് ആസ്വദിക്കാനും നിനക്ക് അനുഭവിക്കാനും അല്ലായിരുന്നു, നീ എന്താ ചെയ്യാതെ ഇങ്ങോട്ട് വന്നേന്ന് ദൈവം ചോദിക്കും. ചില ആൾക്കാർ എന്നോട് പറയുന്നത് എന്ന് വെച്ചാൽ അവരെപ്പോഴും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തിന്റെ വചനത്തെ ആണെങ്കിലും ദൈവത്തെ അവരങ്ങ് മാറ്റും. ദൈവത്തിന്റെ സ്വഭാവത്തെ പോലും മാറ്റി പറയും. അല്ലെങ്കിൽ കർത്താവാണ് ആദ്യമായിട്ട് കള്ളുണ്ടാക്കിയെന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. കാരണം കാനായിലെ കല്യാണം വീട്ടിൽ കർത്താവല്ലേ ആദ്യമായിട്ട് വീഞ്ഞുണ്ടാക്കി കാണിച്ചു, കർത്താവല്ല ആദ്യമായിട്ട് വീഞ്ഞ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഹാലേലിയ. ആ കല്യാണം വീട്ടിൽ വീഞ്ഞ് തീർന്നു. അതുപോലെ കർത്താവ് അവിടെ ചാരായം മാറ്റിയല്ല ചെയ്ത്, കർത്താവിടെ വീഞ്ഞ ഉണ്ടാക്കിയത്. ഇത് പറയുന്നവരോടുള്ള മറുപടി ഇത് തന്നെയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയും. ഹാലേലിയ. അവിടെ ഞാൻ മുമ്പ് വീഞ്ഞുണ്ടായിരുന്നു അല്ലേ. ആ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയി. ഹാലേലിയ. അപ്പൊ കർത്താവ് അവരെ സഹായിക്കുകയും ചെയ്തത്. ഹാലേലിയ. അത് പറഞ്ഞുകൊണ്ട് കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവര് ദൈവത്തിന്റെ വചനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഭൂമിയിൽ നമ്മളെ അയച്ചപ്പോൾ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചതെല്ലാം നമുക്ക് വേണ്ടി, ഏതും തൊട്ടത്തിൽ കർത്താവ് ആദ്യത്തിന് അമ്മയെ സൃഷ്ടിക്കുമ്പോൾ സകലം സൃഷ്ടിച്ച് നമുക്ക് വേണ്ടിയിട്ടില്ല, അതെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേന്ന്. കർത്താവ് അതെല്ലാം ഉണ്ടാക്കിയെങ്കിലും ദൈവത്തിന്റെ വചനം കൃത്യമായി വായിച്ച് എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്ന് വരെ കൃത്യമായി ദൈവം പറഞ്ഞിട്ടുണ്ട്. ഹാലലി. എന്തൊക്കെ നിങ്ങൾക്ക് ആകാം, എന്തൊക്കെ ആകരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഹാലലി. അപ്പൊ അതുകൂടെ വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഹാലി പറയുന്ന ആൾക്കാർക്ക്. ഹാലലി. എല്ലാ കാര്യങ്ങളും നമുക്കുള്ളതാണെങ്കിൽ ദൈവം അവിടെ ഒരു വേർതിരിവ് വെക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ ചെയ്യണം, ഇത് നിങ്ങൾ കഴിക്കരുത്, ഇത് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നൊക്കെ. അവിടെ ഏതെങ്കിലും തോട്ടത്തിൽ തന്നെ ദൈവം അവിടെ റെസ്ട്രിക്ഷൻ വെച്ചത് ഇവിടെ ഉള്ളത് എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷേല് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയാൻ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് തന്നെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാലലുയ. എന്നിട്ട് മനുഷ്യൻ എന്ത് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യനെ എപ്പോഴും. ഹാലലുയ. അതാണ് അത് തന്നെ പറിച്ച് കഴിക്കാൻ കാര്യം. നമുക്കും ഉണ്ടാ സ്വഭാവമൊക്കെ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പണ്ടൊക്കെയുള്ള ഒരു സാധനം കൊണ്ട് വെച്ച് മോളെ തൊടല്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ അത് തുറന്നു കാണാൻ നമുക്കൊരു സമാധാനം ഉണ്ടാകത്തില്ല. അത് മനുഷ്യന്റെ നേച്ചറായിപ്പോയി. കാരണം അത് എവിടുന്നാന്ന് വെച്ചാൽ ഹവ്വായിൽ നിന്ന് വന്നതാണെന്ന് വിചാരിച്ചോട്ടെ. ഹാലയിലെ. കാരണം തുടരുന്നെന്ന് പറഞ്ഞ് തൊട്ടു നോക്കിയാലും നമുക്കൊരു സമാധാനം ഉണ്ടാകത്തുള്ള സ്വഭാവമൊക്കെ. ഹാല ഇവിടെ പറയുന്നത്. അതുപോലെ മൃഗയുദ്ധം ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ തിന്നുക, കുടിക്കുക, നാളെ ചാകുമല്ലോ, വഞ്ചിക്കപ്പെട്ടത്. ദുർഭാഷണത്തെ സദാചാരം കെട്ടുപോകുന്നു. അടുത്ത പറയുന്നത് നമ്മുടെ ശരീരത്തെ കുറിച്ച് പറഞ്ഞ ഉടനെ പൗലോസ് ദുർഭാഷണത്താൽ സദാചാരം കെട്ടുപോകും. അവിടെ നമ്മൾ ചെയ്യുന്നില്ല പ്രവൃത്തി, പക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട്, സംസാരം കൊണ്ട് സദാചാരം കിട്ടും. ശരിയല്ലേ? ചില ആൾക്കാരൊക്കെ വർത്തമാനം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ലജ്ജയായിട്ട് തോന്നും. അവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവരുടെ സംഭാഷണം അത് ദുർഭാഷണം എന്ന് എഴുതിയേക്കുന്നത്. ഹാലയില്. അപ്പം വായ കൊണ്ട്, നാവ് കൊണ്ട് തന്നെ സദാചാരത്തെയൊക്കെ കെടുത്തി കളയാൻ പറ്റുന്ന പോലെ നമ്മൾ ദൈവമക്കളാണ് എപ്പോഴും പറയും. യാക്കോബ് അപ്പോസ്തലനൊക്കെ പറയും, നാവ് ചെറിയൊരു അവയവമെങ്കിലും
എന്ന് പറയുന്ന പോലെ ഹാലേലൂയ ഇവിടെ നമ്മുടെ നാവിനെ വളരെ സൂക്ഷിക്കണം. നമ്മൾ ശരീരത്തെ സൂക്ഷിക്കണം. ശരീരത്തിന്റെ അവയവം തന്നെയാണ് നാവും. അതിലൂടെ തന്നെ നമുക്ക് ഹാലേലൂയ നമ്മുടെ ഹാലേലൂയ വിശുദ്ധിയൊക്കെ ചോർത്തി കളയാൻ കഴിയും. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണമെന്നാ പറയുന്നത്. നീതിക്ക് നിർമ്മതരെ ഉണരും. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി ഉണരേണ്ടുന്നത്? ഇന്നത്തെ ദിവസം എന്തൊക്കെ കുരുത്തക്കേട് ഒപ്പിക്കാന്ന് വിചാരിച്ചല്ല ഉണരേണ്ടുന്നത്. ഹാലേലൂയ. എങ്ങനെ ഹാലേലൂയ നീതിയിൽ ജീവിക്കാമെന്ന്, നീതിക്ക് നിർമ്മതരായി ഉണരുവിൻ. ഹാലേലൂയ. എന്താ പറയാ, നിർമ്മതരായിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? പലയിടത്തും പറയാം, നിങ്ങൾ ഉണർന്നിരിക്കും, നിർമ്മതരായിരിക്കും. അതെന്താ വെച്ചാ അവിടെ വളരെ ഹാലേലൂയ നിർമ്മത എന്ന് വെച്ചാൽ ഒരു അധർമ്മവും ഇല്ല, അല്ലെങ്കിൽ ഒരു അശുദ്ധിയും ഇല്ലാത്ത ആ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വരണം. ഹാലേലൂയ. ഉണർന്നിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും ഉണർന്നിരിക്കണം. ഹാലേലൂയ. അവിടെ പത്രോസ് ഉണർന്നിരിപ്പ് നിർമ്മതരായിരിക്കും, പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടതെന്ന് ഊടാടി സഞ്ചരിച്ചു. ഇതാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. നമ്മള് നമ്മളെ വിഴുങ്ങാം എന്ന് വിചാരിച്ച് പിശാച് ഇങ്ങനെ ചുറ്റി സ്ഥിതി. അതുകൊണ്ട് ഉണർന്നിരിക്കണം കേട്ടോ. അവിടെ ഇവിടെ പറഞ്ഞ ഉണർന്നിരിക്കണം, നീതിക്ക് ഉണർന്നു. അപ്പൊ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ചേർത്ത് പറഞ്ഞു, എന്തിനാ നമ്മൾ ഉണർന്നിരിക്കണം? നീതിക്ക് ഉണർന്നിരിക്കണം. നമ്മൾ എങ്ങനെ ഒരു നീതി ചെയ്യാം എന്നോർത്ത്, അല്ലെ നമ്മൾ എങ്ങനെ നീതിയിൽ ജീവിക്കാം എന്നതിനാണ് ഉണർന്നിരിക്കേണ്ടത്. റൈച്ചസ്നെസ് ആണ് ഹാലേലൂയ. അപ്പൊ അതില്ലാതെ നമ്മൾ ഉണരുന്നുണ്ട് കാര്യമില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഉണർന്നിരിക്കണം. ഹാലേലൂയ. എന്നിട്ട് നീതിക്ക് നിർമ്മതരെ ഉണരുവിൻ, പാപം ചെയ്യാതിരിപ്പിൻ. ചിലർക്ക് ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. ഹാലെ. അപ്പൊ പാപം ചെയ്യാതിരിപ്പിൻ. ഹാലെ. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം വെച്ചാൽ ദൈവത്തെ കുറിച്ച് നമുക്കൊരു പരിജ്ഞാനം വേണം. ചിലർക്കതില്ല. ഹാലെ. ദൈവത്തെ കുറിച്ച് പരിജ്ഞാനം ഉള്ളവൻ പാപം ചെയ്ത്. കാരണം എന്താ, ദൈവത്തെ കുറിച്ച് അറ്റ്ലീസ്റ്റ് ദൈവം ആരാന്നൊരു പരിജ്ഞാനം വേണം നമുക്കല്ലേ. ദൈവം നമ്മൾ നമ്മുടെ ഹാലെ ദാവീദ് സങ്കീർത്തനം പറഞ്ഞു, ഞാൻ പാതാളത്തിൽ പോയച്ചാൽ അവിടെയുണ്ട്, ഞാൻ വെള്ളത്തിന്റെ പോയി അവിടെ, സമുദ്രത്തിന്റെ ഇപ്പൊ അവിടെയുണ്ട്. അപ്പൊ ദൈവത്തെ കുറിച്ച് പരിജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ബോധ്യമില്ല. എന്താന്ന് വെച്ചാ നമ്മൾ എവിടെ ചെന്ന് എന്ത് ചെയ്യുമ്പോഴും ദൈവം കണ്ടോണ്ടിരിക്കുക. അത് ഇരുട്ടത്ത് ചെയ്താലും വെളിച്ചത്ത് ചെയ്താലും. പലരും ഇരുട്ടിന്റെ മറവച്ച് ചെയ്യുന്നതും ദൈവം കാണുന്നില്ല, രഹസ്യത്തിൽ ചെയ്യുന്നതും ദൈവം കാണുന്നില്ല എന്ന പലരും വിചാരം. അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം ഒന്നുമില്ല. നമ്മളെപ്പോഴും ഹാലേലിയ ആ ഭാവം പറയാറുണ്ട്. എന്നാലും ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാ. ഹാലേലിയ. നമ്മൾ കാണുന്ന യെരിഹോ മതിൽ തകർന്ന് വീണ സമയത്ത് ദൈവം പറഞ്ഞിരുന്നു, അതിനകത്ത് കയറി സകലതും വെട്ടിക്കളയണം, എല്ലാരെയും കൊന്നുകളയണം, സകലതും ഹാലേലിയ വെള്ളിയും പൊന്നും ഒക്കെ ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ബാക്കി എല്ലാം ദൈവം കൃത്യമാ. പക്ഷെ അതിനിടെ ഒരുത്തൻ ഹാലേലിയ ആഹാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അല്പം സ്വർണം, ഒരിച്ചിരി വെള്ളി, അരിച്ചിരി ഒരു നല്ല ഒരു പാത്രം, ഇത്തരം കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. ലക്ഷക്കണക്കിന് ജനമാണ് അതിനുള്ളിൽ. അവിടുത്തെ ജനം കൂടാതെ ഇവിടുന്ന് ചെന്ന ഇസ്രായേൽ ജനം ലക്ഷക്കണക്കിന് ജനമുള്ള അവരെല്ലാരും കയറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുത്തനല്ല, ശകല സാധനം അടിച്ചു മാറ്റി. അതടിച്ചു മാറ്റിയത് കണ്ട ക്യാമറയാണ് ദൈവത്തിന്റെ കണ്ണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്. നമുക്കാണ് ഈ ലോകത്തിൽ ഇന്ന് കണ്ടേക്കുന്ന ക്യാമറ എന്ന് പറയുന്ന ആ ക്യാമറയ്ക്ക് ഒരു അത്രയും വലിയ സിസ്റ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ? കാരണം അത്രയും ജനം തിങ്ങി നിറഞ്ഞു വെട്ടുന്നു, കുത്തുന്നു, ചാകുന്നു, വേളം ഉണ്ടാക്കുന്നു, കരയുന്നു, ഓടുന്നു, ചാടുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് ഒരുത്തൻ ആരും കാണാതെ ഒരു ശകലം സാധനം ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചു. അത് അവിടെ നിന്നുകൊണ്ട് കണ്ടുപിടിച്ച ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ ദൈവത്തിന്റെ കണ്ണ് സകലയിടത്തും ഉണ്ട് എന്ന് അത്രയും പരിജ്ഞാനം നമുക്ക് ഉണ്ടായാൽ മതി. അതുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യത്തില്ല. നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കും, നീതിക്ക് നിർമ്മതരായിരിക്കും. നീതിക്ക് ജീവിക്കേണ്ടതിന് നമ്മൾ ഓരോ ദിവസവും. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ന് പൗലോസ് സൂചിപ്പിക്കുന്ന. ചില ആൾക്കാർക്ക് അങ്ങനെ ഇല്ല, അവർ ക്രൂശിനെ ശത്രുക്കളായി ജീവിക്കുന്ന ഹലത്തെ പറഞ്ഞ പോലെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിയാക്കൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരെ പലരെയും കളിയാക്കുന്നത്. കാരണം വെച്ചാൽ ഒരു ഭവനത്തിൽ ചെല്ലുന്ന സമയത്ത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പോക്കറ്റിന്റെ വലിപ്പം കണ്ട പിന്നെ ജഡികമായിട്ട് അവർ പലതും അവർ സൂചിപ്പിച്ചുകൊണ്ട് പ്രവചനം പറയുന്ന ചന്ദ്രാശ് അവർ പോക്കറ്റ് ഇരിക്കുന്ന കാശ് എന്റെ പറഞ്ഞെങ്കിൽ എനിക്ക് നന്നായി ജീവിക്കണം. ഇതാണ് അവരുടെ ചിന്താഗതി. അങ്ങനെയുള്ളവരെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവർ പറയുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ നാമത്തിലല്ലേ പറയുന്നത്. പരിശുദ്ധാത്മ തൊട്ടടുത്ത് നിൽക്കുന്നത് കൂടെ ഉണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടാവും. പരിശുദ്ധാത്മ പറയോ, കർത്താവ് ഇത് നീ പറയുന്നത് ഞാൻ എപ്പോഴാണ് നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കേണ്ടത്. അവിടെ ദുഃഖിച്ചോണ്ടിരിക്കുകയായിരിക്കും. എന്റെ പേരിലാണല്ലേ കള്ളം മൊത്തം പറഞ്ഞു. ഞാനിപ്പോ ചെന്നിട്ട് ലിസി സിസ്റ്ററോട് പറയാ, സാറാമ സിസ്റ്റർ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോ സാറാമ സിസ്റ്റർ അങ്ങനെ കാര്യം അറിഞ്ഞിട്ടേ പോലും ഇല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എത്രത്തോളം ദുഃഖിക്കും എന്നുള്ളത് നമ്മൾ മാനുഷികത്തിന്റെ മകന്. അങ്ങനെ പരിശുദ്ധാത്മ എത്രത്തോളം ദുഃഖിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നല്ലേ, ആത്മാവ് വെളിപ്പെടുത്തും, ആത്മാവ് സംസാരിക്കും, ആത്മാവ് നിങ്ങളോട് അറിയിക്കുന്നു, ഇങ്ങനെയല്ലേ പറയുന്നത്.
ഹാലലൂയ. ആ പറയുന്ന ആത്മാവുള്ളിൽ നിന്നുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല, എന്റെ പേരിലല്ലേ ഈ കള്ളം പറയുന്നതെന്ന് പറയുമ്പോൾ ആത്മാവ് എത്ര ദുഃഖിച്ചോണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പം യേശു കർത്താവ് തന്നെ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹാലലൂയ. ആമേൻ. ഇവിടെ മറ്റുള്ള പൗലോസൊക്കെ എഴുതി ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹാലലൂയ. പക്ഷെ ഈ ആത്മാവിനെ എത്രത്തോളം ദുഃഖിപ്പിക്കുന്നുണ്ടെന്ന് ഹാലി ഓരോ വാക്ക് പറയാം. നമുക്ക് അതുകൊണ്ട് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം വെളിപ്പെടുത്താൻ തന്നെ നമ്മൾ ഒന്നുകൂടി ഡബിൾ കൺഫർമേഷൻ എടുത്തേ പറയത്തുള്ളൂ. ഞാൻ ഇങ്ങനെ കാണുന്നു, അല്ലെ ഇങ്ങനെ ദൈവാത്മാവ് പറയുന്നു, അല്ലെ ഇങ്ങനെ. കാരണം വെച്ചാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മളിന്ന് വീഴാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ ആളാകാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ചെല്ലുമ്പോൾ അങ്ങനെ കടന്ന് ഇങ്ങനെ കടന്നൊക്കെ ചിലപ്പോൾ ചിലർ പറഞ്ഞ് തട്ടിവിടുന്ന പക്ഷെ ഇത് പറയുമ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് വേദനിക്കുന്നു എന്നുള്ള. ഹാലലൂയ. ആമേൻ. ഇവിടെ നിന്ന് അവിടെ തന്നെ നിന്നും ഹാലലൂയ. അടുത്ത ലൂക്കോസിൽ അത് വായിക്കേണ്ട വിടുക നമ്മൾ. അടുത്ത നമ്മൾ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ എപ്പോഴും വായിക്കുന്നത് ഭാഗം 15-ാം അധ്യായത്തിൽ ഒന്ന് തുടങ്ങിയിട്ട് ഒന്ന് താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിനെ ചെത്തി വൃത്തിയാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്കും കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തു പോകും. നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിന് മതിയുമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതന്മാർ തന്നെ. യജമാനൻ ചെയ്യുന്നത് ദാസൻ അറിയായികൊണ്ട് ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനിയും പറയുന്നില്ല. ഞാൻ എന്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചത് കൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്ന ഒക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് കൽപ്പിക്കുന്നു. ലോകം നിങ്ങളെ സിസ്റ്റർ മതി. അല്ലെങ്കിൽ ഇവിടെ ഇനി താഴോട്ട് വായിക്കണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് സമയം ഒത്തിരി മുമ്പോട്ട് പോയി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് വീണ്ടും സമയം മുമ്പോട്ട് പോകല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനൊരു എക്സസൈസ് ഇവിടെ ദൈവം ഫലം കായ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നല്ല. നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഏറെ ഫലം കായ്ക്കും. പിതാവ് നിങ്ങളെ ചെത്തി വെടിപ്പാക്കി നിങ്ങൾ ഇനി എന്താണ് ഇവിടെ കർത്താവ് ഉദ്ദേശം ഫലം എന്ന്. ഹല്ലേലൂയ. നാളെ നമുക്ക് ചിന്തിക്കാം. കാരണം വെച്ചാൽ ഇതെല്ലാവരും ഒന്ന് ഈ ഭാഗം ഈ 14-ാം അധ്യായം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നു 15-ാം അധ്യായം വായിച്ചിട്ട് ഇതിൽ കർത്താവ് പറഞ്ഞ ഫലം എന്താന്ന്. ഹല്ലേലൂയ. ഇത് വലിയൊരു കൺഫ്യൂഷൻ ആയിട്ട് ഇന്ന് എല്ലാവരും മുമ്പ് നിൽക്കുന്നത് കൊണ്ട് ഈ ഭാഗത്ത് നിന്നും ചിന്തിക്കേണ്ട എന്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പൊ പറയാൻ പറ്റും ദൈവം പറഞ്ഞ ഫലം എന്താണെന്ന്? ഹല്ലേലൂയ. എന്താണ് കർത്താവ് ഉദ്ദേശിച്ചത് നമ്മളെ കുറിച്ച്? നിങ്ങൾ എന്നെ വസിപ്പ് ഞാൻ നിങ്ങളുടെ വസിപ്പ് നിങ്ങൾ ഏറെ ഫലം കായ്ക്കണം. എന്ത് ഫലമാണ് നമ്മൾ കായ്ക്കുന്നത്? ഹല്ലേലൂയ. എന്തൊക്കെ ഫലം നമ്മൾ കായ്ക്കണം എന്നുള്ളത് ഹല്ലേലൂയ പറയാൻ പറ്റുന്നില്ല. വേണ്ട, നമുക്ക് നാളെ ചിന്തിക്കാം. കാരണം വെച്ചാൽ അത് പറയാൻ തുടങ്ങിയാൽ ഇന്നത്തെ സമയം ഓൾറെഡി ഇത്രയെങ്കിൽ നമ്മൾ മെസ്സേജ് ഭയങ്കരമായിട്ട് നീണ്ടുപോകും. അപ്പൊ നാളത്തേക്ക് ചിന്തിക്കാതെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഹല്ലേലൂയ. കയ്യിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചില്ല, ഹാബേലിലും അവന്റെ യാഗത്തിലും പ്രസാദിച്ച കാരണം എന്താ വെച്ചാൽ കയ്യൻ ഹല്ലേലൂയ കയ്യന്റെ ഉള്ളിൽ പാപമുണ്ട്, അല്ലെങ്കിൽ അവന്റെ മനോഭാവം അതായത് ഏറ്റവും വലിയ നമ്മൾ എന്ത് യാഗം കൊടുക്കുന്നു, എത്ര വലിയ സംഭവം കൊടുക്കുന്നു എന്നുള്ളതെല്ലാം നമ്മുടെ മനോഭാവം എന്താണ്, നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണെന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അടുത്ത വാക്യം നമ്മൾ പറഞ്ഞ ഫിലിപ്പിയ ലേഖനം
കഴിഞ്ഞത്തെ പറഞ്ഞ വയറിന് വേണ്ടി ഹാലയിൽ നടക്കുന്ന ആൾക്കാർ പലരും ഉണ്ട്. ഹാലി ഈ ലോകത്തിൽ ഹാലി ഈ ശരീരത്തിന് വേണ്ടി ചിന്തിക്കുന്ന അമ്മ പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്ന പോലെ അടുത്ത വാക്യത്തിലും പറഞ്ഞു, നമ്മൾ ഈ ലോകത്തിലെ ഈ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളവരല്ല. ഹാലയിലിയ നമുക്ക് കർത്താവ് കർത്താവ് നമുക്ക് മറ്റൊരു അപ്പൊ അതിനു വേണ്ടി ഈ ഭൂമിയിലുള്ള ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കരുത്. ഇതേത്തുള്ള ചിന്തിച്ചു. അപ്പൊ നമ്മൾ കേട്ട ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ യേശു ക്രിസ്തുവിനെ ആ പെൺകുച്ചിനെ അന്ത്യായ പെൺകുട്ടിയുടെ മുമ്പിൽ യേശു കർത്താവ് ആണോ എന്ന് ചോദിക്കത്തക്ക രീതി വലുപ്പം. അപ്പൊ യേശു എന്താന്ന് എല്ലാവർക്കും അറിയാം. യേശുവിനെ പോലെ സ്നേഹിക്കാനല്ല, യേശു തന്നെയാണ് സ്നേഹം. അപ്പൊ നമ്മളിലൂടെ യേശു വെളിപ്പെടും. നമ്മളെന്ന ഈ വണ്ടി കർത്താവ് യേശു ക്രിസ്തുവാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നേരായിട്ട് അപ്പൊ നീതിക്കായി നമ്മൾ എപ്പോഴും ഉണർന്നിരിക്കണം. അപ്പൊ നമ്മൾ നിർമ്മതരായിരിക്കണം. കാരണം നമ്മുടെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിൽ ആക്കി വെച്ചതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകണം. അങ്ങനെ നമ്മൾ മുൻപോട്ട് ജീവിക്കുക. അപ്പൊ ദൈവത്തിന്റെ കംപ്ലീറ്റ് കൺട്രോളിലായിരിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവ് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ആത്മാവ് ഇരിപ്പുണ്ട്. ആ ആത്മാവിന് എപ്പോഴും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മൾ ആയിരിക്കണം. നമ്മൾ നമ്മുടെ പ്രവൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്നത് പ്രസംഗിക്കുന്നതോ നമ്മൾ പഠിപ്പിക്കുന്നതോ ഒന്നും അല്ല ഇമ്പോർട്ടന്റ്. നമ്മൾ നമ്മുടെ സാഹചര്യം, നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ സാഹചര്യത്തെ കടന്നു പോകുമ്പോൾ അവിടെയൊക്കെ നമ്മുടെ ചിന്ത നമ്മൾ പരാജയമാണ് ചിന്തിക്കും. ദൈവം പറയുന്ന ഈ പ്രഭാതത്തിൽ ദൈവം നമ്മളോട് പറയുന്നത്, നിങ്ങൾ പരാജയമല്ല, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ ആയിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ജയിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നിങ്ങൾ എപ്പോഴും ജയമാണ്. ഈ ലോകം നമ്മൾ നോക്കിയപ്പം നമ്മുടെ വിചാരമാണ് നമ്മൾ പരാജയമാണ് അവർ ചിന്തി. പക്ഷെ നമ്മളെ കാണുമ്പോൾ പിശാച് ഓരോന്നും പറയുന്നതൊക്കെ, ഇവളുടെ അടുത്ത് എന്തൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ല കേട്ടോ, ഇവളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഇവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ യോബിന്റെ ജീവിതം കണ്ട പിശാച് തോറ്റില്ലേ? അല്ലെ? യോബിന്റെ ജീവിതത്തിൽ പിശാച് തോറ്റു. അപ്പം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നോക്കിയാലോ, പിശാച് അവൻ സുല്ല് പറഞ്ഞാണ്, ഈ മനുഷ്യനെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ, ഇവനെ കാരാഗ്രഹത്തെ കൊണ്ടിട്ട് അവിടെയാണെങ്കിലും രക്ഷ, അവനെ പുറത്തിട്ട അവിടെയല്ല, പുറത്തിട്ട സഭയുടെ അംഗത്തിന്റെ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ നോക്കുമ്പോൾ പിശാച് പറഞ്ഞു, തലയ്ക്ക് കൈ വെച്ച് പറഞ്ഞേക്കെ, ഇവളെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ, ഇവക്ക് കൊടുക്കാവുന്ന കഷ്ടത മൊത്തം ഞാൻ കൊടുത്തു, ഇവളെ കൊണ്ടുപോകുന്ന തിരിച്ചുള്ള അനുഭവത്തിലൊക്കെ. പക്ഷെ ഇവളുടെ ഇവക്ക് ഒരു കാര്യത്തിൽ പോലും ഇവളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവൻ പറയുന്നു. പക്ഷെ നമ്മുടെ ചിന്ത എന്ന് പറയാം, അയ്യോ നമുക്ക് മാത്രമേ കഷ്ടതയുള്ളേ, നമ്മൾ പരാജയമാണ് എന്ന് ചിന്തിക്കുന്ന. അപ്പൊ ഇന്ന് നമ്മളുടെ കർത്താവ് എന്നോട് തന്നെ സംസാരിച്ച കർത്താവ് പറഞ്ഞാൽ, നീ ഓരോ ദിവസം ചിന്തിക്കുന്ന നിനക്ക് നീ പരാജയമാണല്ലേ, നിനക്ക് അവിടെയൊക്കെ നീ പോയിക്കൊണ്ടിരിക്കുന്ന എന്താ ഈ അനുഭവം. പക്ഷെ ഇതെല്ലാം കടന്നു പോകുമ്പോൾ ദൈവം ഓരോ ദിവസവും നമ്മളെ ഈ ലോകത്തിന്റെ മുമ്പിൽ പിശാചിന്റെ മുമ്പിൽ ഇവിടുത്തെ സിസ്റ്റത്തിന് മുമ്പിൽ നമ്മളെ ജയിക്കാൻ ദൈവം പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ഓരോ ദിവസം ജയാളിയെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനോഭാവത്തിലാണ്, നമ്മുടെ ചിന്തയിലാണ് നമ്മൾ പരാജയം. ദൈവം നോക്കുമ്പോൾ നമ്മൾ പരാജയമല്ല, നമ്മൾ ജയമാണ്. അപ്പൊ നമ്മളെപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും പറയാണ്ട് നമ്മളെപ്പോഴും കർത്താവ് യേശു ക്രിസ്തു ജയോത്സവമായി നടത്തുന്ന നമ്മുടെ ദൈവം, നമ്മളെപ്പോഴും ജയോത്സവമായി തന്നെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഒരു എക്സാം കഴിയുമ്പോൾ നമ്മൾ പരീക്ഷ കഴിയുമ്പോഴാണ് നമ്മൾ ജയിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പരീക്ഷയിൽ ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മൾ പാസ്സായിക്കൊണ്ടിരിക്കുക. നമ്മൾ പോലും അറിയാം നമ്മൾ പാസ്സായി, ദൈവം നമ്മളെ പാസ്സാക്കിക്കൊണ്ടിരിക്കണം, അതിന് പരിശുദ്ധനെ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് ആ ചിന്തയിൽ ആ സന്തോഷത്തോടെ ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസം എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു. ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം.